السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. إن تتلوها خفة من حر نار الله أطفأتها الرللا من وردها الشبم. ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ പ്രിയപ്പെട്ട വിധികർത്താക്കൾ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, നമുക്കറിയാം ഖസീദത്തുൽ ബുർദ എന്ന് പറയുന്നത് പ്രവാചക പ്രകീർത്തനത്തിൽ ഏറ്റവും പ്രശസ്തമായ ഒരു കാവ്യമാണ്. അതിലൊരുപാട് ഫസ്ലുകളാക്കി തിരിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, നമുക്കറിയാം പൂർണ്ണ രോഗാവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു രചിച്ചതാണ് ഖസീദത്തുൽ ബുർദ. ആ ഖസീദത്തുൽ ബുർദയുടെ മഹത്വം അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രേഷ്ഠതയും മഹത്വവും തങ്ങളുടെ മുഅ്ജിസത്തുകളും വിശേഷണങ്ങളും ഒക്കെ വളരെ വ്യക്തമായി കൊണ്ട് ബുർദയിൽ പരാമർശിക്കുന്നുണ്ട്. അതിൽ 6-ാമത്തെ ഫസ്ൽ എന്ന് പറയുന്നത് ഖുർആനെ കുറിച്ചാണ്. അവിടെ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഖസീദത്തുൽ ബുർദയിൽ ഖുർആനെ പരാമർശിച്ചത്? കാരണമുണ്ട്. ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖുർആനും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രധാനപ്പെട്ട മുഅ്ജിസത്തിൽ ഒന്നാണ് ഖുർആൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വമാ യന്തഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹുവിൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖുർആൻ അനുസരിച്ച് ദീൻ പറയൂ. ഖുർആൻ എന്ത് പറഞ്ഞോ, അല്ലാഹ് എന്ത് പറഞ്ഞോ അതനുസരിച്ചേ പറയുകയുള്ളൂ. അതുമാത്രമല്ല, ആയിഷാ ബിബി റളിയല്ലാഹു അൻഹാ അതേ മഹദിയുടെ അടുത്തേക്ക് സ്വഹാബിമാർ വന്നുകൊണ്ട് പറയുകയാ, ആയിഷ, അള്ളാന്റെ റസൂലിന്റെ സ്വഭാവം എന്താ ആയിഷ? അള്ളാന്റെ പ്രവാചകന്റെ സ്വഭാവം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ റസൂലിന്റെ സ്വഭാവത്തെ കുറിച്ച് ആയിഷാ ബിബി പറയുകയാ, സ്വഹാബാ കാന ഖുലുഖുഹു ഖുർആനാ. അവിടുന്ന് പ്രവർത്തിച്ചിരുന്നത് ഖുർആനായിരുന്നു. അവിടുത്തെ സ്വഭാവം ഖുർആനായിരുന്നു. അവിടുത്തെ സ്വഭാവം ഖുർആനായിരുന്നു. ഖുർആൻ എന്ത് പറഞ്ഞോ, ഖുർആൻ എന്ത് പ്രവർത്തിച്ചോ അതായിരുന്നു അവിടുത്തെ സ്വഭാവമെന്ന് അതേ ആയിഷ ബിബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ആത്മാർത്ഥമായ ബന്ധമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പറയുകയാ, അതേ അവസാനത്തെ 6-ാം ഫസ്ലിൽ അവസാനത്തെ 4 ബൈത്തുകൾ പറയുമ്പോൾ ഖുർആനിനെ പാരായണം ചെയ്താലുള്ള മഹത്വമുണ്ടല്ലോ, അതിനെ നെഞ്ചേറ്റിയാലുള്ള മഹത്വമുണ്ടല്ലോ, അതിനെ കൊണ്ട് നടന്നാലുള്ള മഹത്വമുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതിനെ കൊണ്ടു നടന്നാൽ അതിനെ ജീവിതത്തിലേക്ക് പകർത്തിയാലുള്ള പ്രതിഫലം എന്തെന്നറിയോ? ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പറയുകയാ, നരകാഗ്നിയുടെ ചൂടിനെ ഭയന്നുകൊണ്ട് അതിനാരെങ്കിലും ഭയപ്പെട്ടാൽ, അതിനാരെങ്കിലും പാരായണം ചെയ്താൽ, അതാരെങ്കിലും അള്ളാഹുവിൻ്റെ വലിയ ശിക്ഷ വരാനുണ്ടല്ലോ. ആ ശിക്ഷയെ ഭയന്നുകൊണ്ട്, ആ ശിക്ഷയെ മുൻകരുതൽ കൊണ്ട്, ആ ശിക്ഷയെ മനസ്സിലെത്തിക്കൊണ്ട് പാരായണം ചെയ്താ അവനക്ക് ലഭിക്കുന്ന പ്രതിഫലം ആ തണുത്ത സ്രോതസ്സിനാൽ നരകാഗ്നിയെ കെടുത്തിക്കളയാൻ നിനക്ക് സാധിക്കുമെന്ന് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പറയുമ്പോ എത്ര വ്യക്തമാ ചെറുപ്പക്കാരാ. മുതല്ലിമേ ബൂസൂരി ഇമാം ഖുർആൻ വചനത്തെ വെള്ളത്തോട് ഉപമിക്കുകയാ. വെള്ളം തീയെ കെടുത്തുമല്ലോ ചെറുപ്പക്കാരാ, അതുപോലെ ഖുർആൻ നരകത്തിലെ തീയിൽ നിന്നും ശമനം തരുകയാ. ആദരവായി നബിയുനാ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിങ്ങൾ ഖുർആനെ പാരായണം ചെയ്ത, ഖുർആനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന, ഖുർആനെ മനസ്സിലേറ്റിയ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ സ്വഹാബാ? അത് അതിൻ്റെ ആളുകൾക്ക് ഖിയാമത്ത് നാളിൽ ശുപാർശകനായി എത്തുമെന്ന് ആദരവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തേ മുതഅല്ലിമേ എനിക്കും നിനക്കും ഖുർആൻ ഓതാൻ കഴിയാത്തത്? എന്തേ അതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയാത്തത്? എന്നിട്ട് ബൂസൂരിമ പറയുകയാ, കഅന്നമൽ ഹൗളു തബ്യളുൽ വുജൂഹു ബിഹി ഫിമിനൽ ഉസാതി വഖദ് ജാഊഹു കൽഹുമമി. കരിക്കട്ടകൾ പോലെ വന്നണയുന്ന പാപികളുണ്ടല്ലോ, ദോഷങ്ങൾ ചെയ്യുന്ന, കുറ്റങ്ങൾ ചെയ്യുന്ന, ഒരുപാട് കറുത്ത കുറ്റങ്ങളും ദോഷങ്ങളും ചെയ്യുന്ന ഒരുപാട് പാപികളാണല്ലോ, ഒരുപാട് വിശ്വാസികളാണല്ലോ ഞാനും നിങ്ങളും. അതിനെ കെടുത്തിക്കളയുന്ന ജലമാ ഖുർആൻ, അതിനെ കെടുത്തിക്കളയുന്ന ജലമാ ഖുർആൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മിനൽ ഉസാതി വഖദ് ജാഊഹു കൽഹുമമി. ആ മുഖങ്ങൾ വെളുപ്പിക്കുന്ന ജലാശയം പോലെയാ ഖുർആൻ. ഖുർആനിന്റെ മറ്റൊരു മഹത്വമാ, നരകത്തിൽ ശിക്ഷ കഴിഞ്ഞു വരുന്ന പാപികളായ വിശ്വാസികളുണ്ടല്ലോ, പാപികളായ വിശ്വാസികളുണ്ടല്ലോ ചെറുപ്പക്കാരാ, അവർ നരകത്തിൽ നിന്ന് പുറത്തു വരുമ്പോ കറുത്ത കരിക്കട്ടകൾ പോലെയാ, കറുത്ത കരിക്കട്ടകൾ പോലെയാ. അങ്ങനെ അവസാനം സ്നാനം ചെയ്തുകൊണ്ട്, ജീവജലം കൊണ്ട് സ്നാനം ചെയ്തിട്ട് അവർ സുന്ദരമായ ചെറുപ്പക്കാരായിട്ട് അവർ സ്വർഗത്തിലേക്ക് പോകുമല്ലോ. ആ സ്വർഗത്തിലേക്ക് പോകുന്നത് പോലെ അതുപോലെ കറുത്തിരുണ്ട പാപക്കരകളുമായി ചെയ്യുന്ന, ഒരുപാട് തെറ്റുകൾ കൊണ്ട് നടക്കുന്ന, പാപങ്ങൾ കൊണ്ട് നടക്കുന്ന, പാപം പറയുന്ന, തെറ്റുകൾ കൊണ്ട് നടക്കുന്ന, മറ്റുള്ളവന്റെ പരദൂഷണം പറഞ്ഞിട്ട് കൽബും മുഖവും ഹൃദയങ്ങളും അതേ കറുത്തവനാക്കുന്ന ഞാനും നിങ്ങളുമുണ്ടല്ലോ, അതിനെ കഴുകിക്കളയുന്ന ജീവജലമാ, അതിനെ കഴുകിക്കളയുന്ന വെള്ളമാ ഖുർആൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ഖുർആനോത് പാരായണം ചെയ്ത് എപ്പോഴും ഞാനും നിങ്ങളും ഖുർആനിനെ മനസ്സിൽ കൊണ്ട് നടന്ന തെറ്റ് ചെയ്യാൻ കഴിയൂല, പാപത്തിലേക്ക് എടുക്കാൻ കഴിയൂല, മോശത്തരത്തിലേക്ക് പോകാൻ കഴിയൂല. അതുകൊണ്ടല്ലേ അല്ലാഹ് പറഞ്ഞത്, വൈദാ ഖുറിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ പാരായണം ചെയ്ത, അതിനെ കേട്ട, അതിലേക്ക് പാരായണം ചെയ്ത, മനസ്സിൽ കൊണ്ട് നടന്ന ചെറുപ്പക്കാരാ അല്ലാഹ് റഹ്മത്ത് ചെയ്യുമെന്ന് ഖുർആനല്ലേ പറഞ്ഞത്? സത്യമല്ലേ പറഞ്ഞത്? ഖുർആൻ സത്യമാണല്ലോ. അതുകൊണ്ട് ഖുർആനെ പതിവാക്കാൻ കഴിയണം. അത് അടുത്തതായിട്ട് ബൂസൂരിമ പറയുകയാ, വകസ്സിറാത്തി വകൽ മീസാനി മഅദിലതാ ഫൽഖിസ്തു മിൻ ഗൈരിഹാ ഫിന്നാസി ലം യഖുമീ. ബൂസൂരിമ ഇവിടെ പാലം സിറാത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ സിറാത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീനാ. അതുപോലെ നരകത്തിന് മുകളിലുള്ള പാലവുമാ ഉദ്ദേശിക്കുന്നത്. രണ്ടിനും വളവില്ലല്ലോ, രണ്ടിനും തെറ്റില്ലല്ലോ. ഖുർആൻ അതുപോലെ മോക്ഷത്തിലേക്ക് വഴി നടത്തുകയാ, പാപത്തിലേക്ക് പോകാൻ കഴിയൂല. ഖുർആനെ ഏറ്റിയാൽ, ഖുർആനെ മനസ്സിൽ കൊണ്ട് നടന്ന അവനക്ക് പാപത്തിലേക്ക് പോകാൻ കഴിയൂല, തെറ്റിലേക്ക് പോകാൻ കഴിയൂല, കുറ്റത്തിലേക്ക് പോകാൻ കഴിയൂല. അത് നേരായ പാതയാ, അത് നേരായ പാതയാ, അത് മോക്ഷത്തിൽ ുള്ള വഴി നടത്തല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അതേ ബൂസൂരിമ മീസാൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നീതിയുടെ പ്രതീകമാ, അത് നീതിയുടെ പ്രതീകമാ. വിചാരണ നാളിൽ മനുഷ്യന്റെ നന്മതിന്മ തൂക്കുന്ന അൽ മീസാൻ ഉണ്ടല്ലോ, അതിനോടും തുല്യമാക്കുകയാ. രണ്ടുമുണ്ടല്ലോ, ആ രണ്ടും സത്യത്തിലേക്ക് വഴി നടത്തുന്ന ഒന്നാണല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിമേ, ഖുർആൻ ഉണ്ടല്ലോ, കണിശമായ നീതിനിഷ്ഠയുടെ കാര്യത്തിൽ മീസാനോട് നമുക്ക് ഉപമിക്കാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മറ്റു ജനവിഭാഗങ്ങളെ പോലെ നീതിയും ശാസ്ത്രം മുമ്പ് കഴിഞ്ഞു പോയ സമുദായങ്ങളുടെ മതങ്ങൾ ഉണ്ടാക്കുകയാണ്. അവരുടെ കാലം കഴിയുമ്പോൾ അവരുടെ ശരീരത്ത് അസ്തമിച്ചു പോവുകയാണ്. പക്ഷേ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്ത് അത് ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അടുത്തതായിട്ട് ബൂസൂരി ഇമാം പറയുന്നുണ്ട്, ലാ തഅജബൽ ലിഹസു ദിറാഹ യുൻകിറുഹാ تجاهلا وهو الهاذق العاذق الفهيم. വിസ്മയങ്ങളുടെ പൊൻകിരീടമായ ഖുർആൻ ഉണ്ടല്ലോ,
നാം കൊണ്ട് നടക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ ചെറുപ്പക്കാരാ, മുതഅല്ലിമേ, ആ ഖുർആൻ സത്യമാണല്ലോ, ആ ഖുർആൻ ഹക്കാണല്ലോ, ആ ഖുർആൻ അത്ഭുതങ്ങളുണ്ടല്ലോ, ആ വിശുദ്ധ ഖുർആനിന്റെ വിശേഷണങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ടല്ലോ. അതേ 6-ാമത്തെ ഫസലില് ആ ഖുർആനിന്റെ വിശേഷണങ്ങൾ ഓരോന്നായിട്ട് എണ്ണി പറഞ്ഞിട്ട് അതേ മുതഅല്ലിങ്ങളായ പ്രിയപ്പെട്ട നിഷ്കളങ്കരായ ഞാൻ നിങ്ങൾ സംശയിക്കാം, എന്തേ ഇത്രയും ഖുർആന്റെ വിശേഷണങ്ങളായിട്ട് ഇത്രയും സത്യങ്ങളുണ്ടായിട്ട് ഇത്രയും യഥാർത്ഥമാണെന്നറിഞ്ഞിട്ട് എന്തേ സത്യനിഷേധികൾ നിഷേധിക്കുന്നത്, എന്തേ ഖുർആനിനെ വിശ്വസിക്കാത്തത്, എന്തേ അതിനെ വിശ്വസിക്കാത്തത്, പിന്നെന്തേ അവിശ്വാസികൾ ഖുർആനിനെ നിഷേധിക്കുന്നത്? ഖുർആൻ സത്യമാണെങ്കിൽ അവർ അതിനെ അംഗീകരിക്കേണ്ടതല്ലേ? ബുസൂരിമ മറുപടി പറയുന്നുണ്ട്, ചെറുപ്പക്കാരാ, ശരിയാ, അവർക്കതറിയാ, അത് സത്യമാണെന്നറിയാ, അത് യഥാർത്ഥമാണെന്നറിയാ, പടച്ച റബ്ബിന്റെ കലാമാണെന്നറിയാ. പക്ഷേ അവരെന്തേ വിശ്വസിക്കാത്തതെന്നറിയോ? അവരെന്തേ പറയാത്തതെന്നറിയോ? അത് വ്യക്തമായ അസൂയയാ, അത് വ്യക്തമായ അസൂയയാ, സമ്മതിച്ച് തരാനുള്ള വിമുഖതയാ. അതുകൊണ്ട് അവർ ആരെ പോലെ എന്നറിയോ? ഖുർആൻ നിഷേധിക്ക് 2 ഉപമ കാണിച്ചു തരികയാ. തിമിരം ബാധിച്ച് കാശ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനുണ്ടല്ലോ, തിമിരം ബാധിച്ച് കാശ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ പ്രത്യേകത എന്താ? നട്ടുച്ച സമയത്ത് സൂര്യന്റെ താഴിലൂടെ നടന്നു പോകുമ്പോ വെളിച്ചം നിഷേധിക്ക, സൂര്യനെ നിഷേധിക്ക, പ്രകാശത്തെ നിഷേധിക്ക. അതുപോലെ ഭക്ഷണപാനീയങ്ങളുടെ രുചി നഷ്ടപ്പെട്ട രോഗിയുണ്ടല്ലോ, അവനും ഭക്ഷണപാനീയങ്ങളുടെ രുചി നഷ്ടപ്പെട്ടേക്കാ, രുചിയില്ലെന്ന് പറഞ്ഞേക്കാ. അതുപോലെയാ ഖുർആനിനെ നിഷേധിക്കുന്നവരെന്ന് ബുസൂരിമ പറയുകയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കിക്കൊണ്ട് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.